സോ സ്റ്റാർട്ട് ചെയ്യാലോ. The TSH, the thyroid stimulating hormone. ഇനി വേറെ പേരുണ്ടോ? എപ്പോഴും പഠിക്കുന്ന പേര് TSH മാത്രം ഓർമ്മ വയ്ക്കും. വേറെ പേരുണ്ടോ? The thyroid stimulating hormone വേറെ പേരുണ്ട്. ഏത് പേരുണ്ട്? The thyrotropic hormone എന്നുണ്ടോ? The thyrotropic hormone എന്നുണ്ട്. ഒരു പേര് കൂടെ ഉണ്ട്. ഒരു പേരൂടെ പഠിക്കണം. തൈറോട്രോപ്പിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ തൈറോട്രോപ്പിൻ എന്നുകൂടെ ഓർമ്മിക്കണം. മൊത്തം എത്ര പേരുണ്ട്? TSHന്റെ മറ്റു പേര് എന്തൊക്കെയാ? ഓർമ്മ എപ്പോഴും വേണം. ഏതൊക്കെയുണ്ട്? തൈറോട്രോപ്പിക് ഹോർമോൺ എന്നുമുണ്ട്, തൈറോട്രോപ്പിൻ എന്നുമുണ്ട്. അപ്പോൾ ചോദ്യം വരും, TSH അത് ഉണ്ടായി വരുന്നത് ടൈപ്പ് ഓഫ് സെല്ലിന്റെ പേരെന്താ? ചോദിക്കും. ആ സെല്ലിന്റെ പേര്, ഈ നമ്മുടെ ബോഡിയിൽ ആ സെല്ലിന്റെ പേരെന്താ? TSH ഉണ്ടാക്കുന്ന സെല്ലിന്റെ പേരെന്താ? പലവട്ടം ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഇത് എവിടെന്നാ വരുന്നത്? ഇനി സെക്രേറ്റ് ബൈ സെല്ലിന്റെ പേരെന്താ? അത് എന്തായിരിക്കും പേര്? എന്ത് പേരായിരിക്കും? അത് ഏത് സെല്ലായിരിക്കും TSH ഉണ്ടാക്കുന്നത്? അറിയാമോ? എല്ലാവരും തൈറോട്രോപ്പ് സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്, അത് കേട്ടിട്ടുണ്ടല്ലേ? തൈറോട്രോപ്പ് സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? TSH സെക്രീറ്റ് ചെയ്യുന്നത്. TSH സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേര് ചോദിക്കുകയാണ്. എന്താ? തൈറോട്രോപ്പ് സെല്ലുകളാണ് സെക്രീറ്റ്. ഇത് പഠിക്കാൻ വലിയ പാടുണ്ടോ? ആ ഒരു പേര് പഠിക്കാൻ പാടുണ്ടോ? ഇല്ല, അത് വലിയ പാടൊന്നുമില്ല. ആ സെല്ലിന്റെ പേരെന്താ? ഓർമ്മ വെച്ചാലും മതി, പഠിക്കാൻ എളുപ്പമാണ്. ആ സെല്ലിന്റെ പേര് പറഞ്ഞ് പഠിച്ചേ. തൈറോട്രോപ്പ് സെൽ അല്ലേ? തൈറോട്രോപ്പ് സെല്ലാണ് ഈ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. മറക്കരുത്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ, ഈ സെല്ല് എവിടെ കാണും? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ഈ സെല്ല് എവിടെ കാണും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ തൈറോട്രോപ്പ് സെൽസ് ആണ്. മറക്കരുത്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള തൈറോട്രോപ്പ് സെൽസ് ആണ് ഈ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. മറക്കോ? ഇനി മറക്കോ? ഇല്ല, മറക്കില്ല. ഇനി ഒരു ചോദ്യത്തിനോട് ഒരു സ്ഥലമുണ്ട് ഇവിടെ. ആർക്ക് പറയും? ഒരു ചോദ്യത്തിന് സ്ഥിരമായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ചോദ്യ സ്പേസ് അവിടെ ഉണ്ട്. ഏതായിരിക്കും? സിറം TSH ലെവൽ എത്രയാ? നോർമൽ വാല്യൂ തന്നെയാണ്. അടുത്തൊരു ചോദ്യത്തിന് സ്പേസ് വളരെ കൂടിയ സ്ഥലമാണ്. സിറം TSH ലെവൽ എത്രയാ? ചോദ്യം വരും. ഇത് പഠിച്ചു വെക്കണം. ഇത് പരീക്ഷ ചോദിച്ച കാരണം ചോദ്യം കൂടെയാണ്. എല്ലാരും ഒരു 0.4 to ഒരു 0.5 to 0.4 തൊട്ട് 5 വരെയാണോ? 0.4 തൊട്ട് 0.5 വരെയാണോ? അതിന്റെ ബാക്കി കൂടെ പറഞ്ഞ് അവിടെയും നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഭാഗമാണ്. 0.4 to 0.5 ആണോ അതോ 0.4 തൊട്ട് 5 വരെയാണോ? എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു ഏരിയയാണ്. നോർമൽ TSH ലെവൽ 0.4 തൊട്ട് 0.5 വരെയാണോ? 0.4 തൊട്ട് 5 വരെയാണോ? 5 ആണോ 0.5 ആണോ? 5 ആണോ 0.5 ആണോ? 5 ആണെങ്കിൽ അതിന്റെ തൊട്ട് ബാക്കിയുള്ള കാര്യം കൂടെ പറയാം. ഇറ്റ് ഈസ് the micro international unit per liter ആണോ? ബാക്കി കൂടെ പറഞ്ഞേ. It is the micro international unit per liter ആണല്ലേ? ഇത് മുമ്പ് ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ? ഏറ്റവും ലാസ്റ്റ് വരുന്ന ഭാഗം ആരും തെറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടോടെ? സത്യം പറയടെ. ഈ പറഞ്ഞ മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ എത്രയാ TSH നോർമൽ ലെവൽ എത്രയാ?
0.4 തൊട്ട് ഒരു 5. ഇറ്റ് ഇസ് ദ മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്, മറക്കരുത്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ TSHന്റെ സ്റ്റിമുലേഷൻ ആണ് ചെയ്യുന്നത്? ഈ TSHന്റെ സെക്രീഷനെ ആരാ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ആരാടെ TSHന്റെ സെക്രീഷൻ ആരാ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? TSHന്റെ സെക്രീഷൻ ആരാ സ്റ്റിമുലേറ്റ് ചെയ്തത്? അത് ഹൈപ്പോതലാമസ് ആണോ? ഹൈപ്പോതലാമസ് ആണോ? ആണ്, അത് ഹൈപ്പോതലാമസ് ആണ് അല്ലേ? അത് ഹൈപ്പോതലാമസ് ആണ്. അതിലുള്ള ആരാ ആ പറഞ്ഞത്? ഹൈപ്പോതലാമസിൽ ആരാ? ആ ഒരു ഹോർമോണിന്റെ പേരതാ. TSHനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹൈപ്പോതലാമസിലുള്ള ഹോർമോൺ ആരാ? ഞാൻ പഠിപ്പിച്ചു, പറഞ്ഞു തന്ന കാര്യമാണ്. TRH ആണോ? TRH ആണോ? TRH ആണോ? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണോ കുഞ്ഞുങ്ങളെ? ചോദിക്കണേ, പറയട്ടെ. അപ്പൊ നമ്മുടെ ഹൈപ്പോതലാമസിൽ TSH സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്ത ഹോർമോണിന്റെ പേര് ഒരിക്കലും മറക്കരുത്. TSHന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോർമോൺ ആരാണ്? ചോദിക്കും, പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. TSH സെക്രീഷൻ അത് ഹൈപ്പോതലാമസിൽ നിന്ന് വരുവാൻ വേണ്ടി അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ചോദിച്ചാൽ അത് എന്തെഴുതും? TRH. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ് നമ്മുടെ ബോഡിയിൽ TSHനെ വരുവാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്തത്. ആണോ? അപ്പൊ ഓർമ്മിക്കണം, തൈറോട്രോപ്പിൻ സെൽസ് എവിടെ കാണും? തൈറോട്രോപ്പിൻ സെൽസ് എവിടെ കാണും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള തൈറോട്രോപ്പ് സെൽസ് ആണ് ആരെ സെക്രീറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ പഠിച്ചോ. TSHനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ? ആ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളല്ലേ സെക്രീഷൻ? ഇനി ചോദിക്കട്ടെ, ഈ TSH വരുന്ന ആ സെക്രീറ്റ് ചെയ്ത സെല്ലിന്റെ പേരെന്താ? ഉത്തരവും ചോദ്യവും പറഞ്ഞു പഠിക്കുക. സെല്ലിന്റെ പേര് തൈറോട്രോപ്പ് സെൽ അല്ലേ? തൈറോട്രോപ്പ് സെല്ല്. ഈ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നത്, ഈ TSHന്റെ ഏറ്റവും നോർമൽ ലെവൽ എത്രയാ? 0.4 തൊട്ട് 5. അതിന്റെ ബാക്കിയോടെ പറഞ്ഞ് ഇറ്റ് ഇസ് ദ മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. അതും ഓർമ്മിച്ചു വെക്കുക, മറക്കരുത്. ഇനി അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ കണ്ടു. അതിനുശേഷം ഇപ്പോ TSHും കണ്ടോടെ എല്ലാരും പറയട്ടെ, കണ്ടോടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്? എല്ലാവരും ക്ലിയർ ആണ്? ഇപ്പൊ വന്നവർക്ക് വീണ്ടും പറഞ്ഞുതരാം. ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ആരാണ് TSH സെക്രീറ്റ് സെല്ലിന്റെ പേര്? TSH സെക്രീറ്റ് സെല്ലിന്റെ പേര് പറഞ്ഞു പഠിക്കേ. തൈറോട്രോപ്പ് സെൽ. ആ സെല്ല് എവിടെ കാണും? ആന്റീരിയർ പിറ്റ്യൂട്ടറി സെൽ അല്ലേ? ആന്റീരിയർ പിറ്റ്യൂട്ടറി സെല്ലാണ്, മറക്കരുത്. ഏറ്റവും നോർമൽ ലെവൽ ചോദിച്ചാൽ 0.4 തൊട്ട് 5 മൈക്രോ ലിറ്റർ, മറക്കരുത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു. TSHനെ ആരാ റിലീസ് ചെയ്യുന്നത്? റിലീസ്ഡ് പേരാ? റിലീസ്ഡ് ഹൈപ്പോതലാമസ് ആണോ? ആണ്. സോ രണ്ട് ഹോർമോൺ ക്ലിയർ എല്ലാവർക്കും? 2 ഹോർമോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് പഠിച്ചു. ആൻഡ് ദ തേർഡ് ഹോർമോൺ വളരെ ഇമ്പോർട്ടന്റ്. ACTH ഇത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ACTHന്റെ ഫുൾ ഫോം എന്താ? ഫുൾ ഫോം എന്താ? അഡിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്നല്ലേ? ആണോ അല്ലയോ? അതറിയാം. പക്ഷെ വേറെ പേരുണ്ട്.
ഇവന് വേറെ പേരെല്ലാം ഉണ്ടോ? വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? അതാ പഠിക്കേണ്ടത്. വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് ഇസ് അതർവൈസ് നോണസ്. അതർവൈസ് നോണസ്. എന്ത് പേര് വിളിക്കാം? എന്ത് പേര് കൂടെ ഇവനെ വിളിക്കാം? ഇത് പറയടേ. അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്നാണോ? അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്നാണോ? പറയടേ. എന്താ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലേ? കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്നല്ലേ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇവൻ ആരാ സെക്രട്ട് ചെയ്യുന്നത്? അപ്പോ ഇവനെ ആരായിരിക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്? ഇവനെ ഹൈപ്പോതലാമസ് ആണ്. ഇവനെ ഹൈപ്പോതലാമസ് അല്ലേ? അല്ലേ? അല്ല, ഇവന് ഹൈപ്പോതലാമസ് അല്ലേ? ആണോ അല്ലേ? ഇവന് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് ഇവനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് തന്നെയാണ് ഇവനെയും സെക്രീറ്റ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം അറിയണം, ആ സെല്ലിന്റെ പേരെന്താ? ആ സെല്ലിന്റെ പേരെന്താ? ആ സെല്ലിന്റെ പേരെന്താ? ഇനിയും ആ ഒരു പേര് തന്നെ ഉണ്ട്. ആ ഒരു പേരിൽ തന്നെയുണ്ട്. ആർക്ക് പറയാം? ഇത് ഏത് സെല്ലിനാ റിലീസ് ചെയ്യുന്നത്? ഇവൻ ഏത് സെല്ലിനാ റിലീസ് ചെയ്യുന്നത്? ഇത് കോർട്ടിക്കോട്രോപ് സെൽസ് ആണോ? എന്താ കോർട്ടിക്കോട്രോപ് സെൽസ് ആണല്ലേ? ഇത് കോർട്ടിക്കോട്രോപ് സെൽ അല്ലേ? അപ്പൊ ഇവനും സെക്രീറ്റ് മറക്കരുത്. ചോദിക്കും, കോർട്ടിക്കോട്രോപ് സെൽ ഇവൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവൻ ആന്റിരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയൽ സെൽ ആണോ ഇത്? കോർട്ടിക്കോട്രോപ് സെൽ എന്ന് പറയുമ്പോൾ ആന്റിരിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ഇവനും ആന്റിരിയർ പിറ്റ്യൂട്ടറിയിലുള്ള സെല്ല് തന്നെയാണ്. ഇത് ഇവനും ആന്റിരിയർ പിറ്റ്യൂട്ടറിയിലുള്ള കോർട്ടിക്കോട്രോപ് സെല്ലാണ്. ഇറ്റ് ഇസ് ACTH എന്ന് പറയുന്ന സെക്രീറ്റ് ചെയ്യുന്നത്. ഈസ് എ ക്ലിയർ? എല്ലാവർക്കും സിമ്പിൾ കാര്യമാണ്. യെസ്. എന്താണ് ഒരു ഫംഗ്ഷൻ? ഇവൻ നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നത്? ACTH നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നത്? ആർക്ക് പറയാം? ACTH നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? അഡ്രിനൽ കോർട്ടക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അഡ്രിനൽ കോർട്ടക്സ് ആണോ? ആ, അഡ്രിനൽ കോർട്ടക്സിലുള്ള ഈ പറഞ്ഞ സെക്രീഷൻസിന് കൺട്രോൾ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ. അഡൽ കോർട്ടക്സിൽ നിന്നുള്ള സെക്രീഷൻസ് അതിന് കൺട്രോൾ ചെയ്യുക, അതിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക, സെക്രീഷനെ കൺട്രോൾ ചെയ്യുക. ആണോടെ? പറയടെ. ആണ്. സെക്രീഷനും പ്രൊഡക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ? സെക്രീഷനും പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയും ACTH ഒരു പ്രശ്നമുണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ അഡൽറ്റ് ഗ്ലാൻഡിലുള്ള കൊളസ്ട്രോൾ ലെവൽ ഇവൻ കൂട്ടാറുണ്ടോ? ഇവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എന്താണ്? ACTH അല്ലേ? അവൻ ഈ പറഞ്ഞ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള കൊളസ്ട്രോൾ ലെവൽ കൂട്ടും. മറക്കരുത്. ഇവന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടല്ലോ, ആ ഒരു അഡ്രിനൽ ഗ്ലാൻഡിലെ കൊളസ്ട്രോൾ ലെവൽ ഇവർ എപ്പോഴും കൂട്ടും. മറക്കരുത്. അതിന്റെ റീസൺ എന്താ? എന്താ ഈ റീസൺ? എന്തായിരിക്കും?
സ്റ്റിറോയിഡ് ഹോർമോൺ ആണോ ഇവൻ? സ്റ്റിറോയിഡ് ഹോർമോൺ ആണോ ഇവൻ? സ്റ്റിറോയിഡ് ആണോ? എല്ലാരും പറയട്ടെ, സ്റ്റിറോയിഡ് ആണോ ഇവൻ? എല്ലാരും പറയണം, ഇവൻ സ്റ്റിറോയിഡ് ആണോ? അതെ, സ്റ്റിറോയിഡ് ആണ്. സ്റ്റിറോയിഡ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടാൻ ചാൻസ് ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ സ്റ്റിറോയിഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവലും കൂടി നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ടൈപ്സ് ഓഫ് ഹോർമോൺ പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോർട്ടിസോൾ എന്ന സാധനം എന്താണ്? നമ്മൾ ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന സംഭവം പഠിച്ച ഓർമ്മ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ ടൈപ്സ് ഓഫ് ഹോർമോൺ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോർട്ടിസോൾ എന്ന സാധനം എന്താണ്? കോർട്ടിസോൾ എന്ന സാധനം എന്താണ്? സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ആ സ്റ്റിറോയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എവിടെന്നാ വരുന്നത്? അപ്പോ സ്റ്റിറോയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എവിടെന്നാ വരുന്നത്? അത് കൊളസ്ട്രോളിൽ നിന്നല്ലേ? അത് കൊളസ്ട്രോളിൽ നിന്നല്ലേ സ്റ്റിറോയിഡ് നമ്മുടെ ബോഡിയിൽ എവിടെന്നാ വരുന്നത്? അത് കൊളസ്ട്രോളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ACTH ഒരു ലെവലിൽ നിന്നും നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ കൊളസ്ട്രോളും കൂടും. ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോടെ? ഇതുവരെ ക്ലിയർ ആയോടെ? സോ ഈ ഹോർമോണും ക്ലിയർ ആയല്ലോ. അപ്പൊ ഓർമ്മിക്കണം, ഇവൻ അഡ്രിനൽ ഗ്ലാൻഡിലുള്ളത് കൊളസ്ട്രോൾ ലെവൽ കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള ഹോർമോണാണ്. ആരാണ്? ACTH എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 ഹോർമോൺസും ക്ലിയർ ആയ എല്ലാവർക്കും? ഇവ 3 പേരും ക്ലിയർ ആയി. എല്ലാവരും പറയും, ഈ ഗ്രൂപ്പിനകത്തുള്ള ഇപ്പോഴുള്ള എല്ലാവരും പറയണം ക്ലിയർ ആയോടെ, ക്ലിയർ ആയോടെ, ചോദിക്കൂടെ ക്ലിയർ ആയോടെ? എല്ലാവരും ക്ലിയർ ആയി, ക്ലിയർ ആയി, എല്ലാവരും പറയണം. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ യെസ്. അപ്പൊ the 3 hormones ആയി. And the 4th one is the prolactin. കേട്ടിട്ടുണ്ടോ ആണെങ്കിലും? The 4th one is the prolactin. നമ്മൾ ഷോർട്ട് ഫോമിൽ എന്ത് പറയും? ഇറ്റ് ഇസ് ദ PRL എന്ന് പറയല്ലേ? നമ്മൾ ഷോർട്ട് ഫോമിൽ എപ്പോഴും എന്ത് പറയും? ഇറ്റ് ഇസ് ദ PRL എന്ന് പറയും. ഇത് പ്രൊലാക്റ്റിൻ ആണ്. 4ാമത് വരുന്ന ഹോർമോണിന്റെ പേരെന്താ? നമ്മൾ അതിന് പ്രൊലാക്റ്റിൻ എന്നും ഷോർട്ട് ഫോമിൽ PRL എന്ന് പറയും. ഇവ എന്തിനാ സഹായിക്കുന്നത്? ഇവൻ എന്തിനാണ് സഹായിക്കുന്നത്? ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്ന കാര്യം, ഇവൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എന്തിനാണ് സഹായിക്കുന്നത്? സെല്ലിന്റെ പേര് ഫസ്റ്റ് വരുന്നത്. ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്രൊലാക്റ്റിൻ. ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? എല്ലാവരും ലാക്ടോട്രോപ്പ് സെല്ല് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോടെ? ലാക്ടോട്രോപ്പ് സെല്ലുകൾ കേട്ടിട്ടുണ്ടോ? എല്ലാരും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ലാക്ടോട്രോപ്പ് സെല്ല് കേട്ടിട്ടുണ്ടല്ലേ? അവനാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ പ്രൊലാക്റ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആന്റിറിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ആന്റിറിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ഇവനും ആന്റിറിയർ പിറ്റ്യൂട്ടറി ഉള്ള സെല്ലാണ്. അവ ഓർമ്മിക്കണം, ലാക്ടോട്രോപ്പ് സെല്ലുകളും കാണുന്ന എവിടെയാ? അവനും ആന്റിറിയർ പിറ്റ്യൂട്ടറി ഉള്ള സെല്ലാണ്. ലാക്ടോട്രോപ്പ് സെല്ലുകളും ആന്റിറിയർ പിറ്റ്യൂട്ടറി ഉള്ള സെല്ലാണ്. അവനാണ് ദ പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോടെ? ആ സെല്ലിന്റെ പേര്, ആ സ്ഥലം, ദ ലാക്ടോട്രോപ്പ് സെല്ലുകൾ, സ്ഥലം ആന്റിറിയർ പിറ്റ്യൂട്ടറി. ഓർമ്മിക്കോ. ആരാ സെക്രീറ്റ് ചെയ്ത് പഠിച്ചു? ഫങ്ഷൻ എന്താ? ഇവൻ എന്തിനുള്ള ഹോർമോണാ? ഇത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആണോ? ഇജക്ഷൻ ആണോ? ഇജക്ഷൻ ആണോ പ്രൊഡക്ഷൻ ആണോ? ഇജക്ഷൻ ആണോ പ്രൊഡക്ഷൻ ആണോ? പലവട്ടം ചോദിച്ച കാര്യമാണ്. ഇജക്ഷൻ ആണോ പ്രൊഡക്ഷൻ ആണോ? പ്രൊഡക്ഷൻ ഹോർമോൺ ആണ്. ഇറ്റ്സ് പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ ദ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ ആണ്. ഇറ്റ്സ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാടെ ഈ ദ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ? ആരാ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ? ചോദിക്കും. ഓക്സിറ്റോക്സിൻ ആണല്ലേ? ഓക്സിറ്റോക്സിൻ മറക്കരുത്, ചോദിക്കും. അപ്പൊ ഈ പറഞ്ഞ ദ പ്രൊലാക്റ്റിൻ വരുന്ന സെല്ലിന്റെ പേര് ചോദിച്ചാൽ അത് ദ ലാക്ടോട്രോപ്പ് സെല്ല്. ആന്റിറിയർ പിറ്റ്യൂട്ടറി ഉള്ള ലാക്ടോട്രോപ്പ് സെല്ല്. ആന്റിറിയർ പിറ്റ്യൂട്ടറി ഉള്ള ദ ലാക്ടോട്രോപ്പ് സെല്ലാണ്
ഈ പറഞ്ഞ പ്രൊലാക്റ്റിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഫങ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ദ മിൽക്ക് പ്രൊഡക്ഷനുള്ള ഹോർമോൺ ആണ്. അല്ലേ അല്ലേ അല്ലേടെ അല്ലേ 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 മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ആരാണ് ഇജക്ടിങ്? ഇജക്ടിങ്? അത് ഓക്സിറ്റോക്സിൻ ആണ്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? യെസ് യെസ്. അപ്പൊ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ബേബി വന്ന് ഈ പറഞ്ഞ ബ്രസ്റ്റിനെ സക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രൊലാക്റ്റിൻ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാറില്ലേ? സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി സെക്രീഷൻ ആരാ സപ്രസ് ചെയ്യുന്നത്? സപ്രസ് ചെയ്യുന്ന ആരാടെ? അതാരാ സപ്രസ് ചെയ്യുന്ന ആരാ? അപ്പോ pH ആണോ? pH അല്ലെങ്കിൽ ഡോപ്പമിൻ അല്ലേ? PIH അല്ലെങ്കിൽ ഡോപ്പമിൻ അല്ലേ? പ്രൊലാക്റ്റിനെ സപ്രസ് ചെയ്യുന്ന ആരും ചോദിച്ചാൽ മറക്കരുത്. എന്താണ് pH എന്ന് പറയാൻ? എന്താ പലരും ആലോചിക്കും, അത് എന്താണോ സംഭവം? എന്താണ് pH എന്ന് പറഞ്ഞാൽ? പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ മറക്കരുത്. സത്യം പറ, ഇല്ല ആരെയും ആലോചിച്ചോ? സത്യം പറയട്ടെ. PIH എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് ഒരു നിമിഷം ആലോചിച്ചില്ലേ? ആലോചിച്ചു. മറക്കരുതേ, ഇറ്റ്സ് ദ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് എന്ന് സപ്രസ് ചെയ്യുന്നത്. ചോദിക്കുകയായിരിക്കില്ലേ? സപ്രസ് ചെയ്യുന്നത് മറക്കരുത്. ഇതൊരു ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയത്? ഇത്രയും സമയം പറഞ്ഞ ഫീമെയിലിന്റെ കാര്യമല്ലേ? ഫീമെയിലിന്റെ കാര്യം പറഞ്ഞു. ഈവൻ നമ്മുടെ ഇൻ ദ മെയിൽസിൽ ഈ പറഞ്ഞ പ്രൊലാക്റ്റിൻ എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രൊലാക്റ്റിൻ ഇൻ ദ മെയിൽസ് എന്ത് ചെയ്യും? അതും അറിയണമല്ലോ. ദ ഫങ്ഷൻ ഇൻ ദ മെയിൽസ് അത് അൺനോൺ ആണോ? അൺനോൺ ആണെങ്കിലും ഈ പറഞ്ഞ പ്രൊലാക്റ്റിന്റെ അളവ് ഇൻ ദ മെയിൽസിൽ കൂടിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവും. എന്ത് ചെയ്യും? എല്ലാരും ഇംപൊട്ടൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ദ ഇംപൊട്ടൻസ് അല്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അല്ലേ? സാധാരണ എടുത്ത് ഈ പറഞ്ഞ മെയിൽസ് അത് കുറഞ്ഞാ കുഴപ്പമില്ല, പക്ഷെ കൂടിയാലല്ലേ പ്രശ്നം. അതേനെ പറഞ്ഞുതരാം. അത് കൂടിയാലേ കുഴപ്പം. അത് കൂടിയാൽ എന്താ മെയിൽസിൽ അത് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇറ്റ്സ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അതുപോലെ തന്നെ ഇറ്റ്സ് ഇംപൊട്ടൻസും ഉണ്ടാകും. അപ്പൊ ചോദിക്കട്ടെ, ഇത് ഫീമെയിൽ കൂടി എന്തുകൊണ്ടാവും? ഇത് ഫീമെയിലിൽ കൂടിയാൽ ഈ പറഞ്ഞ പ്രൊലാക്റ്റിൻ ഫീമെയിലിൽ കൂടിയാൽ എന്തെങ്കിലും ഉണ്ടാകുമോ? ദ ഹൈപ്പർ സെക്രീഷൻ ഉണ്ടായാൽ ഫീമെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആര് പറഞ്ഞു? അതിനൊരു പേരുണ്ട്. ദ എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരെന്താ? ദ എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരുണ്ടോ? എന്തെങ്കിലും പേരുണ്ടോ? എന്തെങ്കിലും പേരുണ്ടോടെ? ഗാലക്ടോറിയാണോടെ? ഈ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഗാലക്ടോറിയ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? കേരള PSC എക്സാമിന് ഉണ്ട്. ദ ഹൈപ്പർ സെക്രീഷൻ ഫീമെയിൽ എന്നുണ്ടാക്കും, ദ ഗാലക്ടോറിയ ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും? അത് മാത്രമാണോ? ദ ഗാലക്ടോറിയ മാത്രമാണോ? അമിനോറിയ ഉണ്ടാക്കും അല്ലേ? അല്ലടേ, ഇറ്റ് ഇസ് എക്സസീവ് ആയിട്ട് എന്താണ് ഈ പറഞ്ഞ ഗാലക്ടോറിയം വരും. അത് മാത്രമല്ല അമിനോറിയ ഉണ്ട്. അമിനോറിയ എന്താ? സൈക്കിൾ എന്ത് ചെയ്യും? അത് സെസേഷൻ ചെയ്യല്ലേ? സൈക്കിൾ ആബ്സെന്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഓർമ്മിക്കണം, ദ പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ അത് സെക്രീറ്റ് സെല്ലിന്റെ പേരെന്താ? ലാക്ടോട്രോപ്പ് സെല്ലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദ ലാക്ടോട്രോപ്പ് സെല്ലാണ്. ആന്റിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ആന്റിയർ പിറ്റ്യൂട്ടറി ഉള്ള സെൽ അല്ലേ? ആന്റിയർ പിറ്റ്യൂട്ടറി ഉള്ള ദ ലാക്ടോട്രോപ്പ് സെല്ല്
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഇസ് മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ? സെക്രീഷൻ കൂട്ടും അല്ലേ? അല്ലേ? ഈ പറഞ്ഞ ബേബി വന്ന് ആ സക്കിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സെക്രീഷൻ കൂട്ടും. ഇനി ഇവന് സപ്രസ് ചെയ്യുന്ന ആരാ? ദ മിൽക്ക് പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യുന്ന ആരാ? ദ ഡോപ്പമിൻ അല്ലെങ്കിൽ pH അല്ലേ? pH ആണ്. ഇനി ഇതിന് ഹൈപ്പർ സെക്രീഷൻ വരുന്ന സമയത്ത് ഈ ഹൈപ്പർ സെക്രീഷൻ മെയിൽസിൽ എന്തുണ്ടാക്കും? ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇംപൊട്ടൻസ് ഉണ്ടാക്കും. ഇനി ഫീമെയിൽസിൽ എന്തുണ്ടാവും? ഈ പറഞ്ഞ എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഗാലക്ടോറിയ. എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, അമിനോറിയയും കൂടെ വരും. ഇത്രയുമാണ് പ്രൊലാക്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈസ് എ ക്ലിയർ ഫോർ ആൾ? എല്ലാവർക്കും പ്രൊലാക്റ്റിനും ക്ലിയർ ആയോ? ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. ഞാൻ എല്ലാം മാർക്ക് ചെയ്യുന്ന കാണുന്നുണ്ടോ? ഫസ്റ്റ് ദ ലാക്ടോട്രോപ്പ് സെൽസ്, സ്റ്റിമുലേഷൻ ആരാ, സപ്രസ് ചെയ്യുന്ന ആരാ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ, ദ ഗാലക്ടോറി ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലിയർ? ക്ലിയർ ആവിടെ? യെസ്. അടുത്ത ഹോർമോൺ ഏതാ? ഇപ്പൊ എത്ര ഹോർമോണായി? എത്ര ഹോർമോണായി? 3 4 എത്രയാടേ? 4 4 ഹോർമോണായി. അഞ്ചാമത്തവനും കേരള PSC ഇഷ്ടപ്പെട്ട പേരാണ്. ആ പേര് നോക്കട്ടെ. 5 പേര് നോക്കട്ടെ. ദ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായി FSH. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയല്ലേ ഇത്? FSH എന്ന് പറയുന്നത് അല്ലേടെ? മിക്കവാറും കേരള PSC നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ FSH ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ FSH വരുന്ന ഇത് എവിടെന്നാ വരുന്നത്? ആ സെല്ലിന്റെ പേര് ആദ്യം പഠിക്കുമ്പോൾ സെല്ലിന്റെ പേര് ഇത് ഏത് സെല്ലിൽ നിന്നാണ് വരുന്നത്? ഏത് സെല്ലിൽ നിന്ന് വരുന്നത്? ഇവൻ ഏത് സെല്ലിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? സെല്ലിന്റെ പേര് നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണ്. ഗൊണാഡോട്രോപ്പ് സെല്ലാണോ? ഗൊണാഡോട്രോപ്പ് സെൽ അല്ലേ? FSH ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ദ ഗൊണാഡോട്രോപ്പ് സെല്ലാണ്. ആ സെല്ല് ഈ പറഞ്ഞ FSH മാത്രമാണോ സെക്രീറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ദ ഗൊണാഡോട്രോപ്പ് സെൽ എന്ന് പറയുമ്പോൾ അത് FSH മാത്രമാണോ? അല്ല. LH ആൻഡ് FSH രണ്ടിനും ഉണ്ടല്ലേ? LH സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് FSH സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേര് ചോദിച്ചാൽ അതും ഗൊണാഡോട്രോപ്പ് സെല്ലാണ്. മറക്കരുത്. LH ആൻഡ് FSH രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് ദ ഗൊണാഡോട്രോപ്പ് സെല്ലാണ്. വീണ്ടും ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ വരുന്നു. ദ ഗൊണാഡോട്രോപ്പ് സെൽ എന്നത് ആന്റിറിയോ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയോ പിറ്റ്യൂട്ടറി ആണോ? വീണ്ടും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. അതും ആന്റിറിയോ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന സെല്ലല്ലേ? അതും ആന്റിറിയോ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന സെല്ലാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ആന്റിറിയോ പിറ്റ്യൂട്ടറി സെല്ലിന്റെ പേര് എത്ര പറഞ്ഞു തന്നിട്ട് ഇതുവരെയായിട്ട്? ടോട്ടൽ 5 പേര് ഓർമ്മയുണ്ടോ? ഇതുവരെ പറഞ്ഞ സെല്ലിന്റെ പേരെല്ലാം ഓർമ്മയുണ്ടോ? 5 എണ്ണത്തിന്റെ 5 സെല്ലിന്റെ പേര് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോടെ? ആലോചിക്കുകയാണ് എല്ലാവരും. പറഞ്ഞേ ആ സെല്ലിന്റെ പേരുകൾ പറഞ്ഞേ. സെല്ലുകളുടെ പേര് പറഞ്ഞേ. ദ തൈറോട്രോപ്പ്, ലാക്ടോട്രോപ്പ്, ഗൊണാഡോട്രോപ്പ്. തൈറോട്രോപ്പ്, ലാക്ടോട്രോപ്പ്, ഗൊണാഡോട്രോപ്പ്. ഇത്രേ ഉള്ളോ? ആലോചിച്ച് പറയുക. കോർട്ടിക്കോട്രോപ്പ്. വേറെ എല്ലാരും പറയും. തൈറോട്രോപ്പ്, ലാക്ടോട്രോപ്പ്, ഗൊണാഡോട്രോപ്പ് ആയല്ലോ. കോർട്ടിക്കോട്രോപ്പ് എല്ലാം. ഇനി ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ ഓഫ് FSH. ഫംഗ്ഷൻ എന്താ? ഈ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ അവന്റെ ഫംഗ്ഷൻ ഇൻ ദ ഫീമെയിൽസിൽ എന്താ ഫംഗ്ഷൻ? ഫീമെയിൽസിൽ FSHന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ
എന്ത് റെസ്പോൺസിബിൾ ചെയ്യും? എന്തിന് റെസ്പോൺസ് ആണ്? ആർക്ക് പറയാം? ഫീമെയിൽസിൽ എന്താ ഫംഗ്ഷൻ ഇവന്റെ? ഫീമെയിൽസിൽ എഫ്എസിന്റെ ഫംഗ്ഷൻ എന്താ? ആരോ പറഞ്ഞു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആണോ? പറഞ്ഞ് എല്ലാരും പറയട്ടെ. ഈ പറഞ്ഞ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ അതിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുകയല്ലേ? ഫീമെയിൽസിൽ ഫംഗ്ഷൻ എന്താ? ഫീമെയിൽസിൽ എഫ്എസിന്റെ ഫംഗ്ഷൻ എന്താ? ദ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിനാണ് സഹായിക്കുന്നത്. Is it clear? Is it clear? Yes. അത് ഫീമെയിൽസിലെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന മെയിൽസിൽ എന്താ ഫംഗ്ഷൻ? എന്താ മെയിൽസിൽ ഫംഗ്ഷൻ എന്താ? ഒരു സ്റ്റോറി പറഞ്ഞു തരട്ടെ. ഒരു സ്റ്റോറി പറഞ്ഞു തരട്ടെ എല്ലാവർക്കും പറഞ്ഞു തരട്ടെ. ഇത് ഫീമെയിൽസിൽ ദ ഫംഗ്ഷൻ പറഞ്ഞു. എന്താണ്? ഇറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്രാഫിൻ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാടേ? അത് എങ്ങനെയാ? ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം എപ്പോഴും ഈ പറഞ്ഞ പ്രൈമറി ഫോളിക്കിൾസ് എന്താകണം? ആ സെക്കൻഡറി ഫോളിക്കിൾസ് ആവണ്ടേ? ആലോചിച്ച് പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പ്രൈമറി ഫോളിക്യൂൾസ് എപ്പോഴും സെക്കൻഡറി ഫോളിക്യൂൾ ആണ്. ആ സെക്കൻഡറി ഫോളിക്യൂൾസ് എന്താവണം? ആ സെക്കൻഡറി ഫോളിക്യൂൾസിൽ പതിയെ ഗ്രാഫിയൻ ഫോളിക്യൂൾ ആകേണ്ടത് ആണ്. അപ്പോൾ ഈ പറഞ്ഞത് ഗ്രാഫിയൻ ഫോളിക്യൂൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? എല്ലാവരും ദ തീക്ക സെൽ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ദ തീക്ക സെൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ചോദിക്കും. ദ തീക്ക സെൽസ് എന്ത് ചെയ്യവിടെ? അത് എന്ത് ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യല്ലേ? മറക്കരുത്. അപ്പൊ ഈ പറഞ്ഞ ഈസ്ട്രോ അല്ലേ നമ്മുടെ ഈ പറഞ്ഞ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ആണോ അല്ലയോ? ഈ പറഞ്ഞ ഇംപ്ലാന്റേഷന് വേണ്ടി യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുന്ന ആരാ? ഈസ്ട്രോജൻ അല്ലേ? സോ ഫംഗ്ഷൻ കിട്ടിയോ? ചെറിയ സ്റ്റോറിയാണ്. ഫംഗ്ഷൻ കിട്ടിയോ? അപ്പോ ആലോചിക്കണം. ദ ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്ന് നമ്മുടെ ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കൂടെ ആർക്കുണ്ട്? അത് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞത്. ദ ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്ന് ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന അപ്പാരാ? FSH അല്ലേ? ദ ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്നും ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയും ആര് സഹായിക്കാറുണ്ട്? FSH സഹായിക്കാറുണ്ട്. സ്റ്റോറി ക്ലിയർ ആയോ? ഒരൊറ്റ ലൈനിൽ പഠിക്കേണ്ട കാര്യം. ക്ലിയർ ഫോർ ഓൾ? യെസ്. ദ ഫീമെയിൽസിലെ ഫംഗ്ഷൻ പറഞ്ഞു. ഫീമെയിൽസിലുള്ള ഫംഗ്ഷൻ പറഞ്ഞു. ദ FSHന്റെ ഫംഗ്ഷൻ ഫീമെയിൽസിൽ പറഞ്ഞു. ഇൻ ദ മെയിൽസിൽ എന്താ ഫംഗ്ഷൻ ഉണ്ടോ? ഇൻ ദ മെയിൽസിൽ ഫംഗ്ഷൻ എന്താ? എല്ലാവരും സ്പെർമാറ്റോജെനിസിസ് കേട്ടിട്ടുണ്ടോ? സ്പെർമാറ്റോജെനിസിസ് സ്പേം പ്രൊഡക്ഷൻ അതിന് സഹായിക്കുന്ന ആരാ? സ്പേം പ്രൊഡക്ഷന് സഹായിക്കുന്ന ആരാ? അപ്പോ ഇൻ ദ മെയിൽസിൽ ആരാ? FSH. ഇതുവരെ ക്ലിയർ ആയോടെ? എല്ലാരും ക്ലിയർ ആയടെ? ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ FSHനെയും LHനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ? ഈ FSHനെയും LHനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ദ GnRH എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും ദ GnRH എന്ന് കേട്ടിട്ടുണ്ടോ?
യെസ്, അവനാണ് സ്റ്റിമുലേറ്റ്. 5 ഹോർമോണിന്റെ കാര്യം കിട്ടിയോടെ, 5 ഹോർമോണിന്റെ കാര്യം കിട്ടിയോടെ. യെസ്, 5ഉം കിട്ടി. 6 ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 6ാമത്തെ ആരാ? ലൂട്ടിനൈസിങ് ഹോർമോൺ. എല്ലാ കേരള പി എസ് സിക്ക് ഈ ഒരു ഭാഗത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എല്ലാ കേരള പി എസ് സി എക്സാമിനും ഈ പറഞ്ഞ ഹോർമോൺസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ട്, പഠിച്ചോ. യെസ്, ദ ലൂട്ടിനൈസിങ് ഹോർമോൺ. വേറെ പേരുണ്ടോ? വേറെ പേരെന്തുണ്ടോ? ദ ലൂട്ടിനൈസിങ് ഹോർമോണ് 6ാമത്തവനായ ദ ലൂട്ടിനൈസിങ് ഹോർമോൺ വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? ICSH എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ICSH. ഉണ്ടോ? ICS ഇല്ല കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എവിടെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ മറ്റൊരു പേര് എപ്പോഴും ഓർമ്മിച്ചു വെക്കുക. ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ മറ്റു പേരെന്താ? അനദർ നെയിം എന്താ? അപ്പൊ എന്താ? ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് കൂടെ ഇവനെ നമ്മൾ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. ഇവൻ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നേ? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ? ആന്റീരിയർ പോസ്റ്റീരിയർ. ഇവനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോണാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രട്ടറി സെൽസ്. അപ്പൊ സെല്ലിന്റെ പേരെന്താ? അതും ഗൊണാഡോട്രോപ് സെൽ അല്ലേടെ? അതും ഗൊണാഡോട്രോപ് സെൽ അല്ലേ? ഇവനും ഗൊണാഡോട്രോപ് സെല്ലാണ്. സെക്രീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുള്ള ദ ഗൊണാഡോട്രോപ് സെൽസ് ആണ്. ആ സെൽ വേറെ ഒന്നും സെക്രീറ്റ് ഉണ്ടോ? ഞാൻ നേരത്തെ ഏതോ ഒരു ഹോർമോൺ പറഞ്ഞു തന്നു. LH ആണോ FSH ആണോ ഏതാണ്? ഏത് പറഞ്ഞ കുറച്ച് മുമ്പേ? FSH പറഞ്ഞില്ലേ? FSH. അപ്പൊ അവനും ഈ സെല്ലിൽ സെക്രീറ്റ്. അവനും ഈ സെല്ലല്ലേ? അപ്പൊ 2 ഹോർമോൺ, ഒന്ന് LH-ഉം FSH-ഉം സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേര് ചോദിച്ചാൽ എന്ത് എഴുതും? LH-ഉം FSH-ഉം സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേര് ചോദിച്ചാൽ ഗൊണാഡോട്രോപ് സെല്ലാണ്. ഗൊണാഡോട്രോപ് സെല്ലാണ്. ഇനി ഫങ്ഷൻ ഓഫ് ദ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്താ? ഇവൻ ഫീമെയിൽസ് എന്താ ഫങ്ഷൻ? ഫീമെയിൽസിൽ ഇവന്റെ ഫങ്ഷൻ എന്താ? റെസ്പോൺസിബിൾ ഫോർ ദ ഓവുലേഷൻ ആണോടെ? ആണോ? റെസ്പോൺസിബിൾ ഫോർ ദ ഓവുലേഷൻ റെസ്പോൺസിബിൾ ആണോ? ഓവുലേഷന് പറഞ്ഞ ഓവം പുറത്തോട്ട് വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോടെ? ഓവം പുറത്തോട്ട് വരാൻ വേണ്ടി, ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്നും പുറത്തോട്ട് വരാൻ വേണ്ടിയല്ലേ ഇവൻ സഹായിക്കുന്നത്? യെസ് ഓർ നോ? ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്നും അവൻ പുറത്തോട്ട് വരാൻ വേണ്ടിയല്ലേ സഹായിക്കും? ഓവത്തിനെ പുറത്തോട്ട് വരാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഫങ്ഷൻ ഉണ്ടോ? സെക്കൻഡ് ഫങ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫങ്ഷൻ എല്ലാവരും ദ കോർപ്പസ് ലൂട്ടിയം എന്ന് കേട്ടിട്ടുണ്ടോ? ദ കോർപ്പസ് ലൂട്ടിയം അതിന്റെ ഫോർമേഷനും സഹായിക്കുന്ന ഹോർമോൺ ആരാ? ദ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഹോർമോൺ ആരാ? അവനും ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. മറക്കരുത്. 2 സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? 2 സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫീമെയിൽസിൽ ഫങ്ഷൻ, ഫസ്റ്റ് ഫങ്ഷൻ റെസ്പോൺസിബിൾ ഫോർ ദ ഓവുലേഷൻ സഹായിക്കും. സെക്കൻഡ് ഫങ്ഷൻ ദ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷന് സഹായിക്കും. പിന്നെ ഫങ്ഷൻ ഉണ്ടോ? വേറെ ഫങ്ഷൻ ഉണ്ടോ? അതുപോലെ തന്നെ ദ പ്രൊജസ്ട്രോണിന്റെ സെക്രീഷനും സഹായിക്കുന്നുണ്ടോടെ? ദ പ്രൊജസ്ട്രോണിന്റെ സെക്രീഷനും സഹായിക്കുന്നുണ്ട്. ഇത് മൂന്നുമാണ് ദ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫീമെയിൽസിലുള്ള ഫങ്ഷൻ. ഈ 3 ക്വസ്റ്റ്യൻ ആരും കണ്ടിട്ടുണ്ടോ? ഈ 3 ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്? ഉണ്ട്. ഒന്ന് ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ
ഇറ്റ്സ് ഓവുലേഷനുമായി ബന്ധപ്പെട്ട ഹോർമോൺ. സെക്കൻഡ് കാണുന്ന ക്വസ്റ്റ്യൻ ദ കോർപ്പസ് ലൂട്ടിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഹോർമോൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി കൺഫ്യൂഷൻ അല്ലല്ലോ. അപ്പോൾ കൺഫ്യൂഷൻ ആവാൻ കാരണം ഇത് പല പല ഏരിയയിലാണ് ബുക്കിൽ കിടക്കുന്നത് അല്ലേ. ഇത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഓവുലേഷൻ ഒരിടത്ത് കിടക്കും, ദ കോർപ്പസ് ലൂട്ടിയം വേറെ എടുത്ത് കിടക്കും, ആൻഡ് ദ പ്രൊജസ്ട്രോൺ വേറെ ഒരിടത്ത് കിടക്കും. ആണോ അല്ലയോ? ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പല ഇടത്തായിട്ടാണ് കിടക്കുന്നത്. ശരിയാണോ അല്ലയോ? അല്ലേ അല്ലേ? ദ ഓവുലേഷൻ ഒരിടത്ത് കിടക്കും, കോർപ്പസ് ലൂട്ടിയം വേറെ ഒരിടത്ത് കിടക്കും, ആൻഡ് ദ പ്രൊജസ്ട്രോൺ വേറെ ഒരിടത്ത് കിടക്കും. ഇത് 3ഉം വേറെ വേറെ കിടക്കുമ്പോൾ ഇത് ഓർമ്മിക്കത്തില്ല, വിട്ടുപോകും. അപ്പൊ ദ ഫീമെയിൽസ് കാര്യം പറഞ്ഞു, ഫീമെയിൽസിലെ കാര്യം പറഞ്ഞു. അപ്പൊ ഇൻ ദ മെയിൽസിൽ ദ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ഫങ്ഷൻ? സെക്രീഷൻ ഓഫ് ദ ടെസ്റ്റോസ്റ്റിറോൺ ആണോ? സെക്രീഷൻ ഓഫ് ദ ടെസ്റ്റോസ്റ്റിറോൺ ആണോ സെല്ലിന്റെ പേര്? ദ ടെസ്റ്റോസ്റ്റിറോൺ പെട്ട സെല്ലിന്റെ പേര് എന്താ? ദ ടെസ്റ്റോസ്റ്റിറോൺ ദ ലൈഡിങ് സെൽ. കേട്ടിട്ടുണ്ടോ? ദ ലൈഡിങ് സെൽ നമ്മുടെ ടെസ്റ്റിസിലുള്ള ദ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ദ ലേഡി സെൽ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ദ ലേഡിങ് സെൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഓർമ്മയുണ്ട്. അതാണ് ആവർത്തിച്ച് ചില കാര്യം ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പഠിപ്പിക്കുമ്പോൾ ചില കാര്യം പറയുമ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, കേട്ടോ? പറയണം ഉണ്ട്, ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പോൾ ദ ടെസ്റ്റിസിന്റെ ദ ഇൻഡസ്ട്രിയൽ സെൽസ് അല്ലെങ്കിൽ ദ ലേഡിങ് സെല്ലിൽ നിന്നുമാണ് ദ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇസ് എ ക്ലിയർ? ഫീമെയിലാണെങ്കിൽ എന്താ ഫംഗ്ഷൻ? ഫീമെയിൽസിലാണെങ്കിൽ ദ ലൂട്ടിനൈസിങ് ഹോർമോൺ ഫംഗ്ഷൻ എന്താ? അത് ഓവുലേഷൻ ഉണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ദ കോർപ്പസ് ലൂട്ടി ഇതിന്റെ ഫോർമേഷൻ സഹായിക്കും. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ദ പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ സഹായിക്കും. ഇനി ദ മെയിൽസിലാണെങ്കിൽ എന്ത് സഹായിക്കും? അവിടെ ദ ടെസ്റ്റിസിലെ ദ ഇൻഡസ്ട്രീഷ്യൽ സെൽസിൽ നിന്നും, അതായത് ഈ പറഞ്ഞ ദ ലേഡി സെല്ലിൽ നിന്നും ടെസ്റ്റോസ്റ്റിറോണെ സെക്രീറ്റ് ചെയ്യാനും സഹായിക്കും. ക്ലിയർ? ഈസ് എ ക്ലിയർ? അടുത്ത ഏഴാമത്തെ ഹോർമോൺ ആന്റിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഈ അവസാനത്തവനല്ലേ? ആന്റിയർ പിറ്റ്യൂട്ടറിയിൽ അവസാനത്തെ ഹോർമോണിന്റെ പേരെന്താ? MSH എന്ന് കേട്ടിട്ടുണ്ട്. MSH ദ മെലാനോസൈറ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആന്റിയർ പിറ്റ്യൂട്ടറിയിൽ അവസാന ഹോർമോണാണ് MSH എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അവസാനത്തെ ഹോർമോണുമാണ് MSH എന്ന് പറയുന്നത്. ദ മെലാനോസൈറ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്? ഇത് എവിടെന്നാ സെക്രീറ്റ് ചെയ്യുന്നത്? എന്തിനാണ് സഹായിക്കുന്നത്? ഇവന്റെ പ്രൊഡക്ഷൻ ആരാണ്? ക്വസ്റ്റ്യൻ അതൊക്കെയാണ്. ഇവൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഇവൻ എന്തിനാണ് സഹായിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഇവൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എന്തിനാണ് സഹായിക്കുന്നത്? എല്ലാവരും പറയണം. എന്ത് സഹായിക്കൂടെ? ഇപ്പൊ നമ്മുടെ സ്കിന്നിലെ ഈ പറഞ്ഞ എപ്പിഡെർമിസിലുള്ള പിഗ്മെന്റ് ഉണ്ട്, പേരെന്താ? നമ്മുടെ സ്കിന്നിലെ ഈ പറഞ്ഞ എപ്പിഡെർമിസിലുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? ദ മെലാനിൻ അല്ലേടെ? ദ മെലാനിൻ. നമുക്ക് ദ കളർ കൊടുക്കുന്നവനാണോ? ആണ്. അവൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് സിമ്പിൾ ആയിട്ടുള്ള അവസാനത്തെ ഹോർമോൺ പാവമാണ്. ഒറ്റ കാര്യം മാത്രം പഠിക്കുക. അല്ലേ? നമ്മുടെ സ്കിന്നിലെ എപ്പിഡെർമിസിലുള്ള പിഗ്മെന്റ് ആണ് ഇത് മെലാനിൻ എന്ന് പറയുന്നത് അല്ലേ?
അല്ലെ, നമ്മുടെ കളർ കൊടുക്കാൻ സഹായിക്കുന്നത്, അവനെ സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാ? MSH. അത് മാത്രം പഠിക്കുക. ഈ പറഞ്ഞ 7 എണ്ണവും അത് കൃത്യമായി ഓർമ്മയുണ്ട് എല്ലാവർക്കും. ഓർമ്മയുണ്ട് 7 എണ്ണം. ആന്റി റിപ്പീറ്റ്യൂട്ടറിൽ 7 എണ്ണം ഓർമ്മയുണ്ടോ? ആന്റി റിപ്പീറ്റ്യൂട്ടറിൽ 7 എണ്ണം ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോടെ? എല്ലാവർക്കും ഓർമ്മയുണ്ടോടെ? നമുക്ക് ഈ പറഞ്ഞ 7 എണ്ണം സ്പീഡിൽ പറഞ്ഞാലോ? ഈ പറഞ്ഞ 7 എണ്ണം സ്പീഡിൽ ഓടിച്ച് പറയട്ടെ. 7 എണ്ണം സ്പീഡിൽ പഠിച്ചു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ പോസിറ്റീവ് പഠിക്കാം. ആന്റി റിപ്പീറ്റ്യൂട്ടറിൽ 7 എണ്ണം എന്ന് പറയട്ടെ. ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ഉറപ്പാ കിട്ടും. 2 ക്വസ്റ്റ്യൻ കിട്ടും ഇവിടെ. സോ ദ ഫസ്റ്റ് ഹോർമോൺ ദ ഗ്രോത്ത് ഹോർമോൺ. അവന് മറ്റൊരു പേരെന്താ? സൊമാറ്റോസ്റ്റാറ്റിൻ ആണോ സൊമാറ്റോട്രോപ്പിൻ ആണോ? സ്റ്റാറ്റിൻ ആണോ ട്രോപ്പിൻ ആണോ? ട്രോപ്പിൻ. ആന്റി റിപ്പീറ്റ്യൂട്ടറിലുള്ള സൊമാറ്റോട്രോപ്പിൻ സെൽ അല്ലേ? ട്രോപ്പിൻ സെൽ അല്ലേ? അല്ലേ. ഓർമ്മയുണ്ടോ? പറയട്ടെ. ഇപ്പൊ ഇതാണ് അവസരം, നിങ്ങൾക്കുള്ള അവസരം ഇതാണ്. നിങ്ങളെ ഇത് കഴിവ് തെളിയിക്കാനുള്ള അവസരമായി കണക്കൂട്ടി പറയുക. സോ ഇവന്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? GHRH അല്ലേ? അല്ലേ? ഇനി ഫങ്ഷൻ എന്താ? എന്താ ഫങ്ഷൻ? എന്തൊക്കെ ഫങ്ഷൻ? എന്താ ഫങ്ഷൻ? എല്ലാരും പറഞ്ഞു ഫങ്ഷൻ എന്താ? ഫങ്ഷൻ ഓരോരുത്തരെ പറയും. ആലോചിക്കുകയാണ്. ഫസ്റ്റ് IGF അല്ലേ? ഫസ്റ്റ് ഇൻസുലിൻ ലൈക്ക് ദ ഗ്രോത്ത് ഫാക്ടർ അല്ലേ? അതിനെ കൊണ്ടുവരും. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ഫങ്ഷൻ ഉണ്ടോ? ഈ പറഞ്ഞ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ സഹായിക്കും. ഇവിടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താ? അത് കൂടി എന്ത് വിളിക്കുന്ന? പിറ്റ്യൂട്ടറി ഡയബറ്റീസ് വിളിക്കുക അല്ലേ? പിറ്റ്യൂട്ടറി ഡയബറ്റീസ് വിളിക്കുക അല്ലേ? മറക്കരുത്. ഇത് കുട്ടികൾ കുറഞ്ഞാൽ കണ്ടീഷൻ ഏതാ? ദ ഗ്രോത്ത് ഹോർമോൺ കുട്ടികൾ കുറഞ്ഞാൽ ഹൈപ്പോ സെക്രീഷൻ എന്നുണ്ടാക്കും. കുട്ടികൾ കുറഞ്ഞ എന്തുകൊണ്ടോ? ഡോർഫിസം. അത് കൂടിയാൽ സംഭവിക്കും. കൂടിയാൽ അഡൽട്ടിലാണെങ്കിലോ അക്രോമെഗാലിയാണോ? ചില പറഞ്ഞേ അതുവരെ പഠിച്ചില്ലേ? ഫസ്റ്റ് ഹോർമോൺ ആയോ? ഇനി സെക്കൻഡ് ഏതാ പറഞ്ഞത്? ഇനി രണ്ടാമത്തെ TSH അല്ലേ? TSH. ആ സെല്ലിന്റെ പേര് തൈറോട്രോപ്പിക്. ഏതാണ്? തൈറോട്രോപ്പാണോ? തൈറോട്രോപ്പിൻ സെല്ലാണ് ഇവിടെ. തൈറോട്രോപ്പ് സെൽ അല്ലേ? ആന്റി പിറ്റ്യൂട്ടറി ആണോ പോസിറ്റീവ് പിറ്റ്യൂട്ടറി ആണോ? ആന്റി പിറ്റ്യൂട്ടറി ആണ്. അതായത് അപ്പൊ പറഞ്ഞു എന്താ നോർമൽ ലെവൽ ഓഫ് TSH എത്രയാ? നോർമൽ ലെവൽ ഓഫ് TSH 0.4 തൊട്ട് 5 ആണോ? 5 മൈക്രോ ഇന്റർനാഷണൽ യൂണിറ്റ് അല്ലേ? യെസ്. ആണോ? എല്ലാരും പറയാം ആണോ? എല്ലാരും പറയാം ആണ്. ഇനി അടുത്ത് പറഞ്ഞ ഹോർമോൺ എന്താ? ഇത് ACTH അല്ലേ? ഈ ACTH മറ്റൊരു പേരെന്താ? മറ്റൊരു പേര് ദ കോർട്ടിക്കോട്രോപ്പിൻ ഹോർമോൺ. ആരാ റിലീസ്? സെല്ലിന്റെ പേരെന്താ? ഇറ്റ് റിലീസ്ഡ് ബൈ സെല്ലിന്റെ പേര് ദ കോർട്ടിക്കോട്രോപ്പിൻ സെൽ അല്ലേ? സെൽ. ഈ ACTH ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ?
ഒരു പ്രശ്നം എന്താ? കൊളസ്ട്രോൾ ലെവൽ കൂട്ടോ കുറയ്ക്കോ? കൊളസ്ട്രോൾ ലെവൽ കൂട്ടുമോ കുറയ്ക്കുമോ? പറയാം എല്ലാവരും. കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പ്രശ്നമാണ്. ഇനി കോർട്ടിസോൾ എന്ന സ്റ്റിറോയിഡ് ഹോർമോൺ ആണോ? കോർട്ടിസോൾ എന്ന സ്റ്റിറോയിഡ് ഹോർമോൺ ആണോ? ആണ്. അവ 3 ഹോർമോണായി. അത് 4ാമത്തെ പേര് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ അല്ലേ? അത് വരുന്ന സെല്ലിന്റെ പേര് ലാക്ടോട്രോഫ് സെല്ല്. അല്ല, മറക്കരുത്, ലാക്ടോട്രോഫ് സെല്ല്. എന്താ ഫങ്ഷൻ ഓഫ് പ്രൊലാക്റ്റിൻ? ഫങ്ഷൻ ഓഫ് പ്രൊലാക്റ്റിൻ മിൽക്ക് പ്രൊഡക്ഷൻ ആണോ? മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ആണോടെ ആണ്. ഇനി ഞാൻ സപ്രസ് ചെയ്യുന്ന ആരാ? ഡോപ്പമിൻ. ഡോപ്പമിൻ അല്ലേ? ഡോപ്പമിൻ സപ്രസും ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാരും പറയാം ഡോപ്പമിൻ അല്ലേ? ഈ പറഞ്ഞ പ്രൊലാക്റ്റിൻ മെയിൽസിൽ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഇമ്പോർട്ടൻസും. അതേ സമയത്ത് ഫീമെയിൽസിൽ കൂടി എന്തുണ്ടാവും? ഹൈപ്പർ സെക്രീഷൻ. ഫീമെയിൽസ് എന്തുണ്ടാവും? ഗാലക്ടോറിയ എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ് ഗാലക്ടോറിയ എന്ന് നമ്മൾ പറയുന്നതല്ലേ? ഗാലക്ടോറിയ എന്ന് പറയുന്നത് എന്താ? എക്സസീവ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അമിനോറിയം കൂടെ ഉണ്ടാക്കും അല്ലെ? അമിനോറിയം കൂടെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത് പറഞ്ഞ ഹോർമോൺ ഏതാ? 5ാമത്തെ പേര് FSH അല്ലേ? FSH 5ാമത് പറഞ്ഞത് ആണോ? FSH ആണോ? FSH ഓരോ പോയിട്ട് പറഞ്ഞേ. ഇതുപോലെ സെല്ലിന്റെ പേര് ഗൊണാഡോട്രോഫ് സെല്ലാണോ? ഗൊണാഡോട്രോഫ് സെല്ലാണ്. എന്താ ഫങ്ഷൻ? റെസ്പോൺസിബിൾ ഫോർ ദ മെച്ചുറേഷൻ ഓഫ് ഗ്രാഫീൻ ഫോളിക്യൂൾസ് ഡെവലപ്മെന്റിന് സഹായിക്കല്ലേ? ഗ്രാഫീൻ ഫോളിക്യൂൾസ് ഡെവലപ്മെന്റിന് സഹായിക്കും. വേറെ ഫങ്ഷൻ എന്തോ? ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ഈസ്ട്രോജന്റെ സെക്രീഷൻ സഹായിക്കുന്നുണ്ട്. അതിന്റെ മെയിൽസ് എന്താ ഫങ്ഷൻ? സ്പെർമാറ്റോജെനിസിസ്, സ്പെയിം പ്രൊഡക്ഷനും സഹായിക്കും. സ്പെയിം പ്രൊഡക്ഷൻ മെയിൽസിൽ എന്ന് സഹായിക്കും. സ്പെയിമിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഇവനാണ്. ഇനി അടുത്ത ഹോർമോണിന്റെ പേര് 6ാമത്തത് ലൂട്ടിനേസിങ് ഹോർമോൺ. അതിന് വേറെ പേരെന്താ? ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണോ? ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ആണ്. ഇവനും ആന്റി പിറ്റ്യൂട്ടറി ആണ്. സെല്ലിന്റെ പേരെന്താ? ഗൊണാഡോട്രോഫ് സെൽ അല്ലേ? എന്താ ഫങ്ഷൻ? റെസ്പോൺസിബിൾ ഫോർ ദ ഓവുലേഷന് സഹായിക്കും അല്ലെ? ഓവുലേഷൻ. വേറെ ഫങ്ഷൻ എന്താ? ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം സഹായിക്കും. ഇനി വേറെ ഫങ്ഷൻ, ഒരു ഫങ്ഷൻ കൂടെ ഉണ്ട്. എന്താ 3ാമത്തെ ഫങ്ഷൻ? പ്രൊജസ്ട്രോണിന്റെ സെക്രീഷനും സഹായിക്കും. 3 ഫങ്ഷൻ പറഞ്ഞു. ലൂട്ടിനേസിംഗ് ഹോർമോണിന്റെ ഫീമെയിൽസിൽ. അത് കഴിഞ്ഞു. അടുത്ത മെയിൽസിൽ ഫങ്ഷൻ എന്താ? ടെസ്റ്റോസ്റ്റിറോൺ ലേഡിംഗ് സെല്ലിൽ നിന്നും ടെസ്റ്റിസിൽ ഇമ്പോർട്ടന്റ് ചോദിക്കും. ടെസ്റ്റിസിന്റെ ഇൻഡസ്ട്രീഷ്യൽ സെൽസിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേഡിംഗ് സെല്ലിൽ നിന്നും ടെസ്റ്റോസ്റ്റിറോൺ സെക്രീഷൻ ചെയ്യാനും സഹായിക്കുന്ന ഇവനാണ്. അടുത്ത ഹോർമോൺ ഏതാ? അടുത്ത് പറഞ്ഞ ഹോർമോൺ ഏതാ? MSH അല്ലേ? 7ാമത്തെ MSH. ഫങ്ഷൻ എന്താ? സ്കിൻ എപ്പിഡെർമിസിൽ നിന്നും പിഗ്മെന്റ് കൊടുക്കാൻ സഹായിക്കുന്ന, മെലാനിൻ കൊടുക്കാൻ സഹായിക്കുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് 7 ഹോർമോൺസ്. ക്ലിയർ? 7 ക്ലിയർ ആയി? വീണ്ടും പറഞ്ഞു തന്നു. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാതിരിക്കാം. ഞാൻ പറഞ്ഞു തരായിരുന്നില്ല, വീണ്ടും പറഞ്ഞു തന്നു. ക്ലിയർ ആയോ? ഇവിടെ ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എല്ലാം ആന്റി പിറ്റ്യൂട്ടറി ആയിട്ടുണ്ട്. അടുത്ത ദിവസം പോസിറ്റീവ് പഠിക്കാമല്ലോ. അടുത്ത ദിവസം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പഠിക്കാമല്ലോ. അടുത്ത ദിവസം നെക്സ്റ്റ് ക്ലാസ്സിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പഠിക്കാമല്ലോ. സോ എല്ലാവരും നന്നായിട്ട് വായിക്കുക. സ്റ്റഡി നോട്ട് റിപ്പീറ്റ് വായിക്കുക. ഓക്കെ, സ്റ്റഡി നോട്ട് റിപ്പീറ്റ് ആയിട്ട് വായിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. നൈസ് ക്ലാസ്. താങ്ക് യു. നന്നായി പഠിക്കും. പോയി.